ഇത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വരുമാന മാർഗ്ഗമായി കുടയുടെ. അത് നമുക്ക് ആദ്യം ഞങ്ങൾ ഓരോ 10 ഡസൻ അല്ലെങ്കിൽ 100 കുട അങ്ങനെയാണ് ഞങ്ങൾ വാങ്ങിക്കാറ്. ഇപ്പം ഞങ്ങൾ 100 ഡസൻ വെച്ച് ഓരോ സീസണിൽ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. നല്ല മഴക്കാലമാണ് അല്ലേ? കുടകളില്ലാതെ നമുക്ക് പുറത്തിറങ്ങാനേ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ വാർത്ത മെയ്ഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുട നിർമ്മാണം എങ്ങനെയാണ് എന്നാണ്. അതിനായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന അവിട്ടത്തൂർ വേളൂക്കരയിലെ ഉപാസന കുടുംബശ്രീ യൂണിറ്റിലാണ്. ഇവർ നൈസ് അംബ്രല എന്ന ബ്രാൻഡിൽ മനോഹരമായ ക്വാളിറ്റിയുള്ള അംബ്രലകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യൂണിറ്റിൽ 4 പേരാണുള്ളത്. കുടുംബശ്രീ അംഗങ്ങളായ മിനി ചേച്ചി, രത്നവല്ലി ചേച്ചി, ശൈലജ ചേച്ചി, സ്നേഹ ചേച്ചി, ഈ 4 പേർ ചേർന്നാണ് ഇവിടെ കുടകൾ നിർമ്മിച്ച് നമുക്ക് ഇവിടെ ലോക്കലി കൊടുക്കുന്നുണ്ട്. ഒപ്പം ഇവർക്ക് ഓർഡേഴ്സൊക്കെ വരും, ഷോപ്സിൽ കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു ബിസിനസ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മനോഹരമായ ക്വാളിറ്റിയുള്ള ഇതുപോലെയുള്ള കുടകൾ, ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള കുടകളൊക്കെ നിർമ്മിക്കുന്നത് എന്ന്. ഉപാസന കുടുംബശ്രീയുടെ സെക്രട്ടറി മിനി ചേച്ചി, നമുക്ക് ചേച്ചിയോട് ചോദിക്കാം എങ്ങനെയാണ് ഈ കുട നിർമ്മാണം, എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് എന്നൊക്കെ. ചേച്ചി നമസ്കാരം. അപ്പോൾ ഈ മഴക്കാലമായപ്പോൾ ഞങ്ങൾ കുറേ ആയി ഒരു കുട നിർമ്മാണ യൂണിറ്റ് തപ്പി നടക്കുന്നു. കാരണം ഇപ്പോൾ ഒഴിച്ചുകൂടാനാവാത്തതാണല്ലോ നമ്മുടെ കുട. അപ്പോൾ നമ്മളൊരു കുട അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അല്ലേ? ഇത് ചേച്ചി വരുന്നത് 5 ഫോൾഡ് അല്ലേ? 5 ഫോൾഡ്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടു. ആദ്യം ഇതിന് മുട്ടൊക്കെ പിടിപ്പിച്ചു. ഇങ്ങനെ കിട്ടും അല്ലേ? ഇങ്ങനെ ഒരു ഫ്രെയിമും ഇതിന്റെ ഈ കമ്പികളൊക്കെ കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ആദ്യം ഇവിടെ നടുഭാഗം അറ്റാച്ച് ചെയ്തു അല്ലേ? എന്നിട്ട് നമ്മളിങ്ങനെ കമ്പികൾ ഇവിടേക്ക് ഇപ്പൊ തുന്നി കഴിഞ്ഞു. ഇനി ഇത് ഓരോ ജോയിന്റും തുന്നി പിടിപ്പിക്കും. ഇതിൽ നമ്മളിവിടെ ഇടയിൽ ഇടക്കെട്ട് എന്ന് പറയും. ഇടക്കെട്ട്. പിന്നെ ഇതെല്ലാം ജോയിന്റ് ഒക്കെ ഇവിടെ കിട്ടും അല്ലേ? അല്ലാതെ നമുക്കൊരു ടാഗ് ഉണ്ട്, ടാഗ് വെച്ച് ഫിക്സ് ചെയ്യും. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കുട സെറ്റായി. ഇതിപ്പോ 5 ഫോൾഡ് കുട സെറ്റായി. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കുട നിർമ്മാണ മേഖലയിലേക്ക് കടന്നു വന്നത്? നമ്മൾ പഞ്ചായത്തിൽ തന്നെ നമ്മുടെ കുടുംബശ്രീ രൂപീകരിച്ച് ഈ സമ്പാദ്യം 10 രൂപ വെക്കുക എന്നുള്ളത് മാത്രമായി നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് പോരാ, നമുക്ക് ഒരു വരുമാന മാർഗം കൂടി നമുക്കുണ്ട്. അതിനാണല്ലോ കുടുംബശ്രീ നമ്മൾ രൂപീകരിക്കുന്നത്. നമുക്ക് സ്വയം പര്യാപ്തത നേടുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഗ്രൂപ്പൊക്കെ തുടങ്ങിയത്. അപ്പോൾ എന്തെങ്കിലും ഒരു പരിശീലനം വേണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുട നിർമ്മാണത്തിന് പരിശീലനം കിട്ടി. ഇപ്പം 4 പേര് കൂടി കുട പരിശീലനത്തിന് പോയി. അപ്പം അന്നൊക്കെ കുറച്ച് കുടകൾ മേടിച്ച് നമ്മൾ ലോക്കലായിട്ട് കൊടുക്കലാണ് പതിവ്. അധികം ബിസിനസ് ഒന്നും ഉദ്ദേശിച്ചില്ല. കുട ഉണ്ടാക്കാൻ പഠിച്ചു, കുറച്ച് കിറ്റ് പോയി മേടിക്കും, നമ്മളിവിടെ അടുത്തുള്ളവർ കൊടുക്കും. അപ്പം അത് വിജയകരമായിട്ട് തോന്നി. അപ്പം പിന്നെ നമ്മൾ കൂടുതൽ സീസണായിട്ട് പഞ്ചായത്തിൻ്റെ വക പ്ലാൻ ഫണ്ടിൽ നിന്ന് നമുക്ക് ധനസഹായം കിട്ടി. അത് ഉപയോഗിച്ച് കൂടുതൽ കുടകൾ മേടിച്ചു. പിന്നെ നമുക്ക് അപ്പോൾ ഒരു കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഏരിയ വേണം തോന്നി, ഒരു റൂം. അപ്പോൾ നമുക്ക് ബ്ലോക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്ലോക്കിൻ്റെ ഇത് വെള്ളാണ്ട് ബ്ലോക്കിൻ്റെ ബിൽഡിംഗ് ആണിത്. അപ്പോൾ അവിടെ സ്പേസ് കിട്ടി. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ കുടയുടെ എണ്ണം കൂട്ടി. പിന്നെ ഓർഡറുകളും, അപ്പോൾ പിന്നെ കുടുംബശ്രീ വഴി നമുക്ക് കൂടുതൽ ഓർഡറുകളും കാര്യം കിട്ടി. അപ്പോൾ ഇപ്പം നല്ല നിലയ്ക്ക് നമ്മൾ പോകുന്നു. എന്നും വർക്കുണ്ട്. സ്വയം പര്യാപ്തതയായി ഇന്നും കുട സ്റ്റോക്ക് ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും ഏത് ഓർഡർ കിട്ടിയാലും നമുക്കത് കൊടുക്കാനുള്ള നമ്മളിന്ന് കുടയുണ്ട്. ചേച്ചി എത്ര വർഷമായി ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട്? ഇപ്പോൾ നമ്മൾ 2008 തുടങ്ങിയതാണ്. 8 തുടങ്ങി നമുക്ക് പഞ്ചായത്തിൽ കുടുംബശ്രീ വഴി തന്നെ നമുക്ക് ട്രെയിനിങ് കിട്ടി, കുട നിർമ്മാണത്തിൽ ട്രെയിനിങ് കിട്ടി. അപ്പോൾ നമ്മളതിൽ പങ്കെടുത്തു. അതിനുശേഷം അപ്പം അന്നൊക്കെ നമ്മൾ കുറച്ച് കുടകളാണ്, ആ സീസണിൽ മാത്രം കുറച്ച് കുടകൾ വാങ്ങിക്കും. അത് അടുത്തുള്ള നമ്മുടെ വീട്ടിലുള്ളവർക്കും ചുറ്റുവട്ടത്തുള്ളവർക്കും കൊടുത്തു. അങ്ങനെ പിന്നെ അത് കൂടുതലാക്കി വിപുലിച്ച് നമുക്ക് പഞ്ചായത്തിൻ്റെ തന്നെ പ്ലാൻ ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയത് കൂടുതൽ ബാങ്ക് ലോൺ എടുത്തു. അപ്പോൾ നമ്മളെല്ലാ വർഷവും സീസണിൽ മുന്നേ തന്നെ നമ്മൾ കുട തൃശ്ശൂർ പോയി നമ്മളതിൻ്റെ കിറ്റും സാധനങ്ങൾ മേടിക്കും. അങ്ങനെ അത് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അതിന് ശേഷം അപ്പം നമുക്ക് പിന്നെ കൂടുതൽ ഓർഡർ കിട്ടി, നമ്മൾ അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ നമ്മളൊരു ആദ്യം ഒരു വീട്ടിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് മാറ്റി നമ്മൾ ഒരു
സ്ഥലം നമുക്ക് വേണം തോന്നി, സ്ഥിരമായിട്ട് നമുക്ക് ഒരു ഓഫീസ് ഒരു റൂം വേണം തോന്നി. അങ്ങനെ ഇപ്പൊ നമുക്ക് ബ്ലോക്കുമായി ബന്ധപ്പെട്ട് അങ്ങനെ ബിൽഡിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് 3 ഫോൾഡ് ഉണ്ട്, 5 ഫോൾഡ് ഉണ്ട്, പിന്നെ കുട്ടികളുടെ കുടയുണ്ട്. അങ്ങനെ എത്ര വെറൈറ്റി കുടകളാണ് നിങ്ങൾ നിർമ്മിക്കുന്നത്? ഇപ്പൊ 3 ഫോൾഡ് അത് കളറിൽ വ്യത്യാസം ഉണ്ട്. കളർ, ബ്ലാക്ക്, പ്രിന്റ് അങ്ങനെ 3 തരം എല്ലാത്തിലും ഉണ്ട് വെറൈറ്റി. പിന്നെ 5 ഫോൾഡ്, 2 ഫോൾഡ്, ജെൻസിന്റെ വുഡൻ ഉണ്ട്, കാലംകുട. പിന്നെ കുട്ടികളുടെ തന്നെ 2 തരത്തിലുള്ള കുടയുണ്ട്. പിന്നെ ഞാനിപ്പോ വെറൈറ്റി ഒരു കുട കണ്ടു, ഇങ്ങനെ തലയിൽ ഫിറ്റ് ചെയ്യുന്ന ഹാറ്റ് അംബ്രല്ല എന്ന് പറയും. അത് ഹാറ്റ് അംബ്രല്ല. ഹാറ്റ് ഇതാണല്ലേ നമ്മുടെ ഹാറ്റ് അംബ്രല്ല. ഹാറ്റ് അംബ്രല്ല ഇതിപ്പോ ഇപ്രാവശ്യം തുടങ്ങിയതാണോ? അല്ലല്ല, ആദ്യമേ ഉണ്ട്. കാരണം ഇതിന് ഡിമാൻഡ് ഉണ്ട്. ജോലിക്കാര് അത്യാവശ്യം കൂടുതൽ തൊഴിലുറപ്പുകാരാണ് ഇത് മേടിക്കാൻ. അതുപോലെ ചെറിയ കുട്ടികളൊക്കെ, കൊച്ചു കുട്ടികൾക്ക് അവര് വിറ്റ് നടക്കുമ്പോഴൊക്കെ ആയാലും ഇത് ആവശ്യക്കാരുണ്ട്. ഡിമാൻഡുള്ള കൂടെയാണ്. പിന്നെ നമ്മുടെ പിന്നെ ഇത് ടോയ് എന്ന് പറഞ്ഞ കൊച്ചു കുട്ടികൾക്ക്, വലിയ കുടക്ക് അമ്മമാര് അല്ലെങ്കിൽ വലിയ കുട മേടിക്കുമ്പോ അവർക്കും വേണം കുട എന്നുള്ള നിലയ്ക്ക് കൊച്ചു ചേട്ടന്മാർക്ക് ചേച്ചിമാർക്ക് സ്കൂളിലേക്ക് കുട കൊണ്ടുപോകുമ്പോ അവർക്ക് കളിക്കാൻ ടോയ് അംബ്രല്ല പറയും. ടോയ് അംബ്രല്ല. ഇപ്പൊ കുറച്ച് നാളായിട്ട് ബ്ലാക്ക് തന്നെയാണ് കൂടുതൽ. കാരണം അവർക്ക് അതൊരു ഡൗട്ടാണ്, കളറ് ഇതിന്റെ കളറ് ഫെയ്ഡ് ആവോ എന്നുള്ളൊരു ഇതാണ്. പക്ഷെ ഇത് ഗ്യാരണ്ടിയാണ്, കളർ ഫെയ്ഡ് ആവില്ല. അത് നമ്മളെ പറഞ്ഞു കൊടുക്കുമ്പോ പിന്നെ അത് അവർക്ക് ബ്ലാക്ക് എടുക്കാൻ വന്നാലും അത് കളറിലേക്ക് അവർ മാറ്റുണ്ട്. ഇപ്പൊ ഒരുപാട് ഇന്നോവേഷൻസ് വരുന്നുണ്ടല്ലോ അല്ലെ, കൊടയിൽ വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാ നിങ്ങളുടെ ഡിഫറെന്റ് എന്തൊക്കെയുള്ള? പിന്നെ ജെൻസിന്റെ കുട ഇപ്പോഴും ട്രെൻഡ് കാൽക്കുട തന്നെയാണ്. പണ്ടൊക്കെ അതൊരു നാണക്കേടായിരുന്നു കാൽക്കുട കൊണ്ട്. ഇപ്പൊ പെൺകുട്ടികളും അത് തന്നെയാണ്. പിന്നെ മാത്രല്ല ഇപ്പൊ ഇന്നത്തെ മഴയ്ക്കൊക്കെ നനയാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ വലിയ കുട തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് അതന്നെ ഗോൾഫ് കുട. പിന്നെ കാറിലൊക്കെ വെക്കാനായിട്ട് അങ്ങനത്തെ അതും വലിയ കുടയാണ് യൂസ് ആവുക. ആദ്യമൊക്കെ നമ്മളെ എങ്ങനെ കുട എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞത് കുട പഠിച്ചത് നമ്മളിത് കുടയുടെ ഒരു എങ്ങനെയാണെന്നുള്ളതാണ്. ഇങ്ങനെ ഒരിക്കലും ഇത് ബിസിനസ് ആക്കണം എന്നുള്ളതിലൊന്നല്ല നമ്മൾ പഠിച്ചത്. കുട എങ്ങനെ ഇത് കുട ഉണ്ടാക്കാൻ പറ്റുന്നതാണോ എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായി ഇത് ഇത്രയാണ് ഈസിയാണ്. പണ്ട് ആദ്യം നമുക്ക് ഈ ഫ്രെയിം, ഈ കമ്പിയൊക്കെ നമ്മൾ കെട്ടിയിരുന്നു. ഇപ്പൊ നമുക്ക് ഓൾറെഡി കിട്ടും, എല്ലാവരും കിട്ടുക ഫ്രെയിം അടക്കാണ്. ഇപ്പൊ അതുമാതിരി ഫ്രെയിം കിട്ടും. മറ്റു നമ്മള് ഫ്രെയിം നമ്മൾ ഉണ്ടാക്കണം. ആദ്യം അങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്. അപ്പൊ നമ്മൾ ആ ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത് വെച്ച് ചെയ്തിരുന്നത്. ഇപ്പില്ല ഫ്രെയിം. ഒരു കുട ഉണ്ടാക്കി കഴിയാൻ എത്ര സമയം എടുക്കും? ഒരു 25 മിനിറ്റ് കൂടി 25 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. കുട ഫുൾ സെറ്റ് ചെയ്യാം അല്ലേ? ഇനിയിപ്പോ ഇതൊക്കെ ഇല്ല, ഇതിനൊക്കെ ഇനി ഇവിടെ ഒരു കെട്ടുകളെ വേണ്ടു. ഇനി ഇടക്കാതെ നമ്മൾ കെട്ട് തന്നെ വേണം. പിന്നെ അത് കൂടാതെ നമുക്കപ്പോ പിന്നെ ഗണ്ണുണ്ട്. ഇത് വെച്ചാണ് പിന്നത്തെ എല്ലാ പരിപാടികളും ഇത് വെച്ചാണ്. ഇതിന്റെ ഇടയിലുള്ള കെട്ടുകളൊക്കെ ഈ ഗണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 2 തരത്തിലുണ്ട്. നമ്മൾ ചെറുതും വലുതായിട്ടുള്ള ടാഗുകളുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ ഇങ്ങനെ അടിക്കുള്ളൂ. അപ്പൊ അതൊക്കെ ഇവിടെ സമയം എളുപ്പത്തിൽ ചെയ്യാനായി ഈ ഒരു ഘട്ടം വേണ്ടു ഇങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ് 25 മിനിറ്റ് കഴിയുന്നു പറഞ്ഞു. ഞങ്ങൾ തുടങ്ങിയ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എടുക്കായിരുന്നു. അന്നൊക്കെ ഇത് തുന്നിയിരുന്നു. ഇതൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. എങ്ങനെയുണ്ട് സപ്പോർട്ടൊക്കെ? എങ്ങനെയുണ്ട് കുടുംബശ്രീയുടെ സപ്പോർട്ടോണ്ടാണ് നമ്മളിങ്ങനെ എത്ര തന്നെ എവിടെ എന്തെങ്കിലും സ്ഥലത്ത് മേള, നമ്മുടെ സരസ് മേളകള്, അതല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും ഒരു 10 കുടയിൽ ഒരു ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് അവർ പിന്നെ പോകുള്ളൂ. ജില്ലാ മിഷനൊക്കെ നല്ല സപ്പോർട്ടാണ്. അത് നമ്മളെ അറിയാം. കുട അവര് എപ്പോ കണ്ടാലും നമുക്ക് അവർ കുടയ്ക്ക് എന്താവശ്യത്തിനും കുട വേണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് പറയാറുണ്ട്. ഇപ്പൊ ശരിക്കും പറയണെങ്കിൽ ഞങ്ങള് തൃശ്ശൂർ ജില്ലയിൽ 5 യൂണിറ്റ് ഉണ്ടായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഇതുപോലെ തുടങ്ങിയത്. പക്ഷെ അതിലിപ്പോ കുറച്ച് പേരൊക്കെ പോയി. ഇപ്പൊ ഞങ്ങൾ തന്നെയാണ്, വേളുക്കര തന്നെയാണ് കുട ഇപ്പൊ ചെയ്യുന്നുള്ളത്. അതായത് കുടകൾ കുറെ ഉണ്ട്. തൃശ്ശൂർ ജില്ലാ മിഷന്റെ കീഴിൽ ഇപ്പൊ നമ്മള് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ കുടുംബശ്രീക്ക് ഒരു കുറച്ച് കുട വേണമെന്ന് തോന്നി അവർക്ക് ഓർമ്മ വരെ നമ്മളായിരിക്കും. അപ്പൊ സന്തോഷമാണ്. അവര് നിങ്ങളുടെ കുട കേടായിട്ടില്ല, പിന്നെ ഇങ്ങനെ ഞങ്ങൾ വേറെ മേടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെ. എന്തായാലും ഒരുപാട് ബ്രാൻഡഡ് കുടകളുള്ള ഒരു മാർക്കറ്റിലാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പൊ വിലയിലൊക്കെ നമുക്ക് ആ രീതിയിൽ വിലയില് കുറച്ചൊക്കെ നമുക്ക് ഇത് മാതിരി നമ്മുടെ കോസ്റ്റ് കുറയും. പിന്നെ നമ്മള് നേരത്തെയൊക്കെ ഇതെടുത്തേക്കും. പിന്നെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ കുറച്ച് കുറവൊക്കെ തരും. എന്നാലും വളരെ സന്തോഷം നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതും കുടകളൊക്കെ ഉണ്ടാക്കി നമ്മുടെ വിപണിയിലേക്ക് എത്തിക്കുന്നതൊക്കെ. ഇതുപോലെ ക്വാളിറ്റിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുടകൾ തന്നെയാണ് ഇവർ നിർമ്മിക്കുന്നത്. നൈസ് അംബ്രല്ല എന്ന ബ്രാൻഡിലാണ് നമ്മുടെ ഉപാസന കുടുംബശ്രീ യൂണിറ്റിലെ ചേച്ചിമാർ കുടകൾ ഉണ്ടാക്കി വിപണിയിൽ എത്തിക്കുന്നത്. ഷോപ്സിൽ അവൈലബിൾ ആണ്, നമ്മുടെ ഇവിടെയൊക്കെ അല്ലേ ഷോപ്സിൽ അവൈലബിൾ ആണ് നൈസ് അംബ്രല്ല. അപ്പം ചോദിച്ചു വാങ്ങാം. ഒപ്പം ഇവിടെ നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ വന്നാലും ആ വിട്ടത്തൂർ ആ ഒരു വഴിയിൽ തന്നെയാണ് നൈസ് അംബ്രല്ല എന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ വന്നാലും നിങ്ങൾക്ക് നേരിട്ട് ഈ കുടകൾ വാങ്ങിക്കാവുന്നതാണ്.
നൈസ് അംബ്രല എന്ന കുട ഉണ്ടാക്കുന്നതിൻ്റെ കുറേ ഗ്യാപ്പ് കിട്ടുമല്ലോ. ആ സമയത്തൊക്കെ അവർ വെറുതെ ഇരിക്കില്ല, 4 പേരും ചേർന്ന് ഇതൊക്കെയാണ് ഇവിടെ പരിപാടി. നമ്മുടെ മുളക്, മല്ലി, മഞ്ഞളൊക്കെ ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് ചിപ്സുകളുണ്ട്. കൊള്ളി ചിപ്സ്, കായ ചിപ്സ്, നമ്മുടെ ചക്ക ചിപ്സ്, മിക്സർ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കണത് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ഇവർ നൈസ് ഗോതമ്പ് പൊടി ഉണ്ട്, പിന്നെ റാഗി പൗഡർ ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സാമ്പാർ പൊടി എല്ലാം നൈസ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന ബ്രാൻഡിൽ ഇവർ വിപണിയിൽ ഇറക്കുന്നുണ്ട്. നമുക്കിവിടെ ആളുകൾ വന്ന് വാങ്ങിക്കും, പിന്നെ എക്സിബിഷൻസിലൊക്കെ വെക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഫുൾ ടൈം ബിസിയാണ്. കുട ഉണ്ടാക്കാത്ത സമയത്തൊക്കെ ഇതാണ് പരിപാടി. നമസ്കാരം. ഇത് ഞങ്ങളുടെ നൈസിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. പക്ഷേ ഞങ്ങളുടെ സെക്രട്ടറിക്ക് കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുന്നത്തെ വർഷം ആൾക്ക് ഡൽഹി പോകാനായിട്ട് നമ്മുടെ റിപ്പബ്ലിക് പരേഡ് നേരിട്ട് കാണാനുള്ളൊരു അവസരം കിട്ടി. അതിൽ ഞങ്ങൾക്ക് കുറേ സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യാറും കൊണ്ട് ഞങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഇതാണ്. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങൾ ഇത്രയും വളർന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ പല രീതിയിലും കുടുംബശ്രീയിൽ വന്നിട്ട് ഓരോന്ന് ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിപ്സ് ഉണ്ടാക്കാറുണ്ട്, അത് സീസണിൽ മാത്രം ഓണത്തിനുള്ള ഇതാണ്. പിന്നെ JLG പച്ചക്കറികൾ ചെയ്യാറുണ്ട്, കൃഷി ചെയ്യാറുണ്ട്. വെയിലത്തും മഴയത്തുമൊക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്ന ചെറുതും വലുതുമായ മനോഹരമായ ക്വാളിറ്റിയുള്ള കുടകൾ നിർമ്മിക്കുന്ന തൃശൂർ വേളൂക്കര പഞ്ചായത്ത് അവിട്ടത്തൂരിലെ ഉപാസന കുടുംബശ്രീ യൂണിറ്റിന്റെ നൈസ് അംബ്രല എന്ന ബ്രാൻഡിലെ നിർമ്മാണ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് മെയ്ഡ് ഇൻ ഇന്ത്യയിൽ പരിചയപ്പെട്ടത്. ഇവരുടെ കുടകൾ അത് നമുക്കൊക്കെ വാങ്ങിച്ച് ഇവരെ പ്രോത്സാഹിപ്പിക്കാം. നമ്മുടെ കടകളിലും ഒപ്പം തന്നെ ഇവിടെ വന്നാൽ നേരിട്ടുമൊക്കെ ഈ കുടകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.